യുക്രൈനിലേക്ക് സമാധാന സേനയെ വിന്യസിക്കാനുള്ള ബ്രിട്ടന്റെ സന്നദ്ധത നിലവിലുള്ള യുക്രൈനിലെ സംഘർഷങ്ങളെയാണ് അടയാളപ്പെടുത്തുന്നത്. യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള കഴിഞ്ഞ ദിവസത്തെ കൂടിക്കാഴ്ച തർക്കത്തിൽ കലാശിക്കുകയും സെലൻസ്കി മൂന്നാം ലോക മഹായുദ്ധത്തിനായി ചൂതാട്ടം നടത്താൻ ഒരുങ്ങുകയാണെന്നും ട്രംപ് ആരോപിച്ചിരുന്നു. ഈ നയതന്ത്ര പ്രശ്നം യുക്രൈനിനുള്ള അന്താരാഷ്ട്ര പിന്തുണയുടെ ഭാവി എന്താകുമെന്ന ആശങ്കയ്ക്കാണ് കാരണമായത്. സംഘർഷങ്ങൾക്കിടയിലും യുദ്ധത്തിൽ തകർന്ന യുക്രൈന് സാമ്പത്തിക സഹായം നൽകിക്കൊണ്ട് അന്താരാഷ്ട്ര നാണയനിധി $400 മില്യൺ അനുവദിച്ചിരിക്കുന്നത്. ഈ കാര്യത്തിൽ അന്താരാഷ്ട്ര നാണയനിധി പുറപ്പെടുവിച്ച പ്രസ്താവനയിൽ നിന്ന് വ്യക്തമാണ് യുക്രൈന്റെ $15.5 ബില്യൺ വിപുലീകൃത ഫണ്ട് ഫെസിലിറ്റി പ്രോഗ്രാമിന്റെ 7ാമത്തെ അവലോകനത്തിൽ അന്താരാഷ്ട്ര നാണയനിധിയും യുക്രൈനും ധാരണയിലെത്തിയെന്നുള്ളത്. അതേസമയം യുക്രൈന്റെ സാമ്പത്തിക ഉയർത്തെഴുന്നേൽപ്പിനെ പിന്തുണയ്ക്കുന്നതിൽ നിർണായക നീക്കമായി റഷ്യ അമേരിക്കയുമായി നേരിട്ടുള്ള വിമാന സർവീസുകൾ പുനഃസ്ഥാപിക്കുന്നതിനുള്ള പദ്ധതികൾ പ്രഖ്യാപിച്ചു. ഇത് ഉഭയകക്ഷി ബന്ധം പുനരുജ്ജീവിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള നീക്കമാണ്. ഇസ്താംബുളിൽ റഷ്യൻ US പ്രതിനിധികൾ തമ്മിലുള്ള കൂടിക്കാഴ്ച ഉൾപ്പെടെയുള്ള നയതന്ത്ര ചർച്ചകളുടെ ഒരു പരമ്പരയെ തുടർന്നാണ് ഈ വികസനം. യുക്രൈനിലെ സ്ഥിതി അസ്ഥിരമായി തുടരുന്നതിനാൽ യൂറോപ്യൻ നേതാക്കൾ യുക്രൈനിനുള്ള പിന്തുണ ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കുകയാണ്. യുക്രൈനിൽ സമാധാനം കൈവരിക്കുന്നതിന് ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ പൂർണ്ണ പങ്ക് വഹിക്കേണ്ടതിന്റെ ആവശ്യകത ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ ഊന്നി പറഞ്ഞു. ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് സ്റ്റാർമറിന്റെ അഭിപ്രായങ്ങൾ പുറത്തുവരുന്നത്. യുക്രൈനിൽ സമാധാനം കൈവരിക്കാനുള്ള പദ്ധതിയെക്കുറിച്ചും സ്റ്റാർമർ ചർച്ച ചെയ്തു. ട്രംപുമായുള്ള ചർച്ചകൾക്ക് പിന്നാലെയാണ് സ്റ്റാർമറിന്റെ വെളിപ്പെടുത്തൽ. ഫെബ്രുവരി 27-നായിരുന്നു വൈറ്റ് ഹൗസിൽ വെച്ച് സ്റ്റാർമർ ട്രംപുമായി ചർച്ച നടത്തുന്നത്. യുക്രൈനിൽ സമാധാനം കൈവരിക്കാനുള്ള പദ്ധതിയെക്കുറിച്ച് ഇരുവരും സംസാരിച്ചിരുന്നു. യൂറോപ്യൻ യൂണിയനുമായുള്ള വ്യോമനാവിക പ്രവർത്തനങ്ങളിൽ ബ്രിട്ടൻ പ്രധാന പങ്ക് വഹിക്കുമെന്നും അദ്ദേഹം നിർബന്ധിച്ചു. റഷ്യയുമായുള്ള ഏത് സമാധാന കരാറും ഉറപ്പാക്കാൻ യുക്രൈനിലേക്ക് സമാധാന സേനാംഗങ്ങളെ വിന്യസിക്കാൻ തയ്യാറാണെന്ന് ബ്രിട്ടൻ മുമ്പ് പറഞ്ഞിട്ടുമുണ്ട്. എന്നിരുന്നാലും യൂറോപ്യൻ നേതൃത്വത്തിലുള്ള സമാധാന സേനയെ പിന്തുണയ്ക്കാൻ അമേരിക്കൻ സൈനികരെ അയക്കാൻ അമേരിക്കയ്ക്ക് പദ്ധതിയില്ലെന്നാണ് ട്രംപ് തുറന്നടിച്ചത്. യുക്രൈനിലേക്ക് അനധികൃത സൈനികരെ വിന്യസിക്കുന്നതിനെ റഷ്യയും ശക്തമായി എതിർക്കുന്നുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ ഉത്തരവില്ലാതെ അവരെ അയക്കുന്നത് തെറ്റാണെന്ന് റഷ്യ മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. യുക്രൈനിലേക്ക് വിദേശ സൈനികരെ വിന്യസിക്കുക എന്ന ആശയം പ്രധാനമായും ഫ്രാൻസും ബ്രിട്ടനും മുന്നോട്ട് വയ്ക്കുന്നുണ്ടെന്ന് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് വ്യക്തമാക്കി. ഇത് സംഘർഷത്തിന് കൂടുതൽ ഇന്ധനം നൽകുമെന്നും അക്രമം തടയാനല്ല അക്രമം വർദ്ധിപ്പിക്കാനാണ് അവർ ശ്രമിക്കുന്നതെന്നും റഷ്യ ചൂണ്ടിക്കാണിക്കുന്നു. യൂറോപ്യൻ യൂണിയനും ഇംഗ്ലണ്ടും കാര്യങ്ങളെ ആക്രമണാത്മക പാതയിലേക്ക് കൊണ്ടുപോകുകയാണെന്നാണ് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം ഉന്നയിക്കുന്ന പ്രധാന ആരോപണം.